ഒരു വ്യാഴവട്ടക്കാലം സീറോ മലബാർ സഭയുടെ അമരക്കാരനായി മുൻപിൽ നിന്ന് നയിച്ച കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സ്വയം രാജിവെച്ച് സ്ഥാനത്യാഗം ചെയ്തിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 12 വർഷ കാലയളവിൽ അദ്ദേഹത്തിലൂടെ സഭയ്ക്ക് അനവധിയായ നന്മകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. പ്രത്യേകിച്ചും അതിരുകൾ ഭേദിച്ച് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ സീറോ മലബാർ സഭയുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനും അതുവഴി അവിടെയുള്ള വിശ്വാസികൾക്ക് തങ്ങളുടെ വിശ്വാസപരവും കൗദാശികവുമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും വഴിയൊരുക്കിയതിൽ ആലഞ്ചേരി പിതാവ് വഹിച്ച പങ്കും ദൈവജനത്തോട് അദ്ദേഹം കാണിച്ച സ്നേഹവും കരുതലും ആർക്കും വിസ്മരിക്കാൻ കഴിയുന്നതല്ല. ലോകമെങ്ങുമുള്ള സീറോ മലബാർ സഭാ ദേവാലയങ്ങളിൽ നടക്കുന്ന വിശുദ്ധ കുർബാന അർപ്പണത്തിൽ ഒരേ രീതിയിലുള്ള ഏകീകൃതമായ വിശുദ്ധ കുർബാന അർപ്പണം വേണമെന്നുള്ളത് കാലങ്ങളായി വിശ്വാസ സമൂഹത്തിൻ്റെ ആവശ്യമായിരുന്നു. ഇത് നടപ്പിൽ വരുത്തുന്നതിൽ ഉണ്ടായിട്ടുള്ള ചില എതിർപ്പുകളും വിയോജിപ്പുകളും മാറ്റിക്കളയുവാനും യോജിപ്പോടും ഐക്യത്തോടും കൂടെയുള്ള പ്രവർത്തന രീതി സഭയുടെ എല്ലാ തലങ്ങളിലും നടപ്പിൽ വരുത്തേണ്ടതും കാലഘട്ടത്തിൻ്റെ ആവശ്യവും ദൈവഹിതവുമാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും അദ്ദേഹം തയ്യാറായി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വിശാല മനസ്കതയുടെയും ലാളിത്യത്തിൻ്റെയും തെളിവാണ്. സഭയിൽ സമാധാനവും ഐക്യവും നിലനിർത്താൻ അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനത്യാഗം ഉപകരിക്കപ്പെടുമെങ്കിൽ യേശുവിൻ്റെ കുരിശുമരണം മാനവരാശിയുടെ രക്ഷയ്ക്ക് കാരണമായി ഭവിച്ചതുപോലെ ഇതും സഭയുടെ നന്മയ്ക്കും അനുഗ്രഹത്തിനും കാരണമായി തീരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബെനഡിക്റ്റ് മാർപ്പാപ്പയുടെ സ്ഥാനത്യാഗത്തെ അനുസ്മരിപ്പിക്കും വിധമുള്ള ഈ രാജി തീർത്തും അഭിനന്ദനാർഹം തന്നെയാണ്. സഭയെ എന്നും നയിച്ചിട്ടുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ്. എന്നാൽ ബലഹീനതകളും കുറവുകളുമുള്ള മനുഷ്യരിലൂടെയാണ് ദൈവം അത് എക്കാലവും നിർവഹിച്ചിട്ടുള്ളത്. ആദ്യത്തെ മാർപ്പാപ്പയായിരുന്ന പത്രോസ്ലീഹ തന്നെ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. വീഴ്ചകളും പോരായ്മകളും ഒക്കെ മനുഷ്യ സഹജമാണ്. അത് തിരിച്ചറിഞ്ഞ് തിരുത്തി മുൻപോട്ട് പോകുന്നിടത്താണ് ദൈവാത്മാവിൻ്റെ നടത്തിപ്പ് പൂർണ്ണ തോതിൽ നമുക്ക് അനുഭവവേദ്യമാകുന്നത്. സഭയുടെ വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് തുടങ്ങുന്നത് അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം, ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാം എന്ന് വൈദികരും വിശ്വാസികളും ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണല്ലോ. ആ ചൈതന്യം എന്നും സഭയിൽ നിലനിർത്തുവാനും ലോകം മുഴുവനുമുള്ള സഭാ സമൂഹം പുത്തൻ ഉണർവോടെ മുന്നോട്ട് പോകുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ഒപ്പം താൽക്കാലിക ചുമതലകൾ ഏറ്റെടുത്തിരിക്കുന്ന സെബാസ്റ്റ്യൻ വാണിയപ്പുറയ്ക്കൽ പിതാവിനും ബോസ്കോ പുത്തൂർ പിതാവിനും എല്ലാവിധ പിന്തുണയും ദൈവാനുഗ്രഹവും നേർന്നുകൊണ്ടും ഈ ആഴ്ചയിലെ ന്യൂസ് കാൻ ആരംഭിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. വിപ്ലവാത്മക പ്രവർത്തനത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും പുരോഗമന പ്രത്യയശാസ്ത്രങ്ങളുടെയും കുത്തക അവകാശം തലയിലേറ്റി നടക്കുന്ന CPM നാട്ടിൽ ചെയ്തു കൂട്ടുന്നതെല്ലാം ലോകത്താരും കണ്ടിട്ടില്ലാത്ത തരം വെറൈറ്റിയാണെന്നാണ് ഇത്രകാലവും അവര് ധരിച്ചു വച്ചിരുന്നത്. വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവർ തമ്മിലുള്ള മിശ്ര വിവാഹത്തിന് എല്ലാ തരത്തിലുമുള്ള പിന്തുണ നൽകിക്കൊണ്ട് പരസ്പരം സ്നേഹിക്കുന്നവർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കട്ടെ എന്ന പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിച്ച് അവരുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട മിശ്ര വിവാഹങ്ങൾ നിരവധിയാണ്. വിവാഹമെന്ന പ്രക്രിയയിലൂടെ 2 വ്യത്യസ്ത ധ്രുവത്തിൽപ്പെട്ടവർ പരസ്പരം അറിഞ്ഞ് ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ച് മുന്നോട്ട് പോകുമ്പോൾ 2 വ്യക്തികളുടെയും മതപരവും വ്യക്തിപരവുമായ ആവശ്യങ്ങൾ നന്നായി തന്നെ മാനിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്തിരുന്നു. ആൺകോയ്മയുടെ ബലാത്കാര അടിച്ചേൽപ്പിക്കലായി ഒന്നും അവിടെ നിബന്ധിച്ചു പോയിരുന്നുമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ വിവാഹിതരായവരൊക്കെ ഇപ്പോൾ നല്ല നിലയിൽ കുടുംബജീവിതം നയിക്കുന്നുമുണ്ട്. എന്നാൽ ഇതിനൊക്കെ അപ്പുറത്ത് ചിലരുടെ പ്രത്യേകതരം നിഗൂഢ ചിന്തകളുടെയും മതപ്രത്യയശാസ്ത്ര അജണ്ടകളുടെയും അടിച്ചേൽപ്പിക്കലായി മിശ്ര വിവാഹങ്ങൾ മാറുകയും അങ്ങേയറ്റം നിഗൂഢമായ ലക്ഷ്യത്തോടെ ക്രൈസ്തവ ഹൈന്ദവ പെൺകുട്ടികളെ പ്രണയിച്ച് മിശ്ര വിവാഹത്തിലേക്ക് എത്തിക്കുകയും വിവാഹത്തോടെ
ബലാത്കാരമായി തന്നെ ആ പെൺകുട്ടികളുടെ മതം മാറ്റുകയും ചെയ്യുന്ന പ്രവണതകൾ വർദ്ധിച്ചതോടെയാണ് ഇത്തരത്തിൽ നടക്കുന്ന മിശ്ര വിവാഹങ്ങളും അതിന് നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം ശരിക്കും പ്രതിസ്ഥാനത്ത് എത്തിപ്പെട്ടത്. തികച്ചും യാഥാർത്ഥ്യമായ അത്തരം ഹൈജാക്കിങ്ങുകൾക്ക് ഇരയാക്കപ്പെട്ട പല പെൺകുട്ടികളും ഉണ്ടെങ്കിലും അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ലെന്നും അതെല്ലാം ശുദ്ധ അസംബന്ധ പ്രചരണമാണെന്നും പറഞ്ഞ CPM യുവ തുർക്കികൾ ആസൂത്രിതമായി കബളിപ്പിക്കപ്പെട്ട പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ തേങ്ങലുകളെ നിർദാക്ഷിണ്യം ചവിട്ടി മെതിച്ചു കളഞ്ഞു എന്നുള്ളതാണ് സത്യം. അതിനെ എതിർക്കാൻ ശ്രമിച്ചവർക്കൊക്കെ പാർട്ടിയുടെ താൻപോരിമകൾ നന്നായി അനുഭവിക്കേണ്ടതായും വന്നിട്ടുണ്ട്. എന്തിനധികം പറയുന്നു, പാർട്ടി കോൺഗ്രസ് ലഘുലേഖയെ ഉദ്ധരിച്ചുകൊണ്ട് ലവ് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞ കോഴിക്കോട്ടെ ഒരു മുൻ MLA വരെ അച്ചടക്ക നടപടികൾക്ക് വിധേയനാകേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഇപ്പോഴിതാ ഇസ്ലാമിക പണ്ഡിത സഭയായ സമസ്തയുടെ നേതാവ് നാസർ ഫൈസി കൂടത്തായി സുന്നി മഹല്ല് ഫെഡറേഷൻ സെമിനാറിൽ വെച്ച് CPMന്റെ മിശ്ര വിവാഹ കാർമ്മികത്വത്തിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. പുതിയ തലമുറയുടെ മുമ്പിൽ ഇസ്ലാമിനെ അന്യമാക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക മതബോധത്തെ തകർക്കുന്ന വിധത്തിൽ അതിപ്രസരം ഭൗതിക സംഘടനകൾ നടത്തുന്നത് ദൗർഭാഗ്യകരമാണ്, അപകടകരമാണ്. വ്യക്തമായി പറഞ്ഞാൽ ക്യാമ്പസുകൾ വഴി മതനിരാസം വളർത്തുന്ന SFI പോലുള്ള സംഘടനകൾ മഹല്ലുകളിലേക്ക് സമൂഹത്തെ ദുരവ്യാപകമായ വിപത്തിലേക്ക് കൊണ്ടുപോകുന്ന സംവിധാനത്തിലേക്ക് പോവുകയാണ്. ഹിന്ദു മുസ്ലിമിനെ കല്യാണം കഴിച്ചാലേ ഭാരതീയ സംസ്കാരമാകൂ, മതനിരപേക്ഷതയാകൂ, മതേതരത്വമാകൂ എന്ന ചിലരുടെ കുടില തന്ത്രം പാർട്ടി ഓഫീസുകളിലും പത്ര ഓഫീസുകളിലും പാർട്ടി നേതാക്കന്മാരുടെയും പിൻബലത്തിൽ മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അമുസ്ലിമീങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്ന വിധത്തിൽ മിക്സഡ് സംസ്കാരം, മിശ്ര വിവാഹം പ്രോത്സാഹിപ്പിക്കുന്ന CPMന്റെയും DYFIയുടെയും SFIയുടെയും മതനിരാസത്തെ ശക്തമായി എതിർക്കാൻ മഹല്ലു ജമാഅത്തുകൾ സംഘടിച്ചു നിന്നേ മതിയാവും. അതുകൊണ്ട് നമ്മുടേതായ ഇസ്ലാമികമായ ഐഡന്റിറ്റി കളഞ്ഞു കുളിക്കണമെന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിലെ തൊട്ടുവരം വെച്ചുകൊണ്ട് മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകാനാണ് ചില ആളുകളുടെ തന്ത്രമെങ്കിൽ അതിനെ ശക്തമായി എതിർക്കാൻ മഹല്ല് ജാഗ്രത പുലർത്തേണ്ടത് തന്നെയായിട്ടുണ്ട്. ഒരു ഭാഗത്ത് ബിദ്അത്തിനെതിരെ ശക്തമായി ചെറുത്തുനിൽപ്പ് നടത്തുകയും അതേ തൂക്കത്തിലും അതിലുപരി ശക്തമായ ചെറുത്തുനിൽപ്പ് മിക്സഡ് സംസ്കാരങ്ങളും മിക്സഡ് വിവാഹങ്ങളും മിശ്ര വിവാഹങ്ങളും മതേതരത്വത്തിന്റെ ലേബലൊട്ടിച്ചുകൊണ്ട് കടന്നു വരുന്ന കുറുക്ക കൗശലവുമായി രംഗത്ത് വരുന്ന CPMന്റെ തന്ത്രങ്ങളിൽ തിരിച്ചറിയാൻ മഹല്ലുകൾ ജാഗ്രത പുലർത്തണം. മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മിശ്രവിവാഹം നടത്താൻ CPMും DYFIയും ശ്രമിക്കുന്നുവെന്നും ഹിന്ദു മുസ്ലിം വിവാഹം നടന്നാൽ മതേതരമായെന്നാണ് CPMന്റെ വിചാരമെന്നും ഇതിനെതിരെ മഹല്ല് കമ്മിറ്റികൾ ജാഗ്രത പാലിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് കൂടത്തായി രംഗത്ത് വന്നത്. കാര്യം പണ്ഡിത സഭയുടെ പ്രതിനിധിയാണെങ്കിലും തൻ്റെ മതപ്രത്യയ ശാസ്ത്രത്തിന് വേണ്ടിയുള്ള കാര്യം മടികൂടാതെ വിളിച്ചു പറയുന്ന കൂടത്തായിയുടെ പ്രസ്താവനകൾ പലപ്പോഴും വിവാദങ്ങളായി മാറിയിട്ടുണ്ട്. മതേതരമായി പ്രവർത്തിക്കേണ്ട കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിച്ച് ജനങ്ങളെ പാട്ടിലാക്കിയിട്ട് വന്നയിടത്തും നിന്നയിടത്തും പോയിടത്തുമെല്ലാം വോട്ട് ബാങ്ക് മാത്രം ലാക്കാക്കി നടത്തുന്ന ഇസ്ലാമിക പ്രീണനങ്ങൾ നയമാക്കി മാറ്റിയ CPMന്റെ അവസരവാദത്തിന്റെ നെറുകയ്ക്കെട്ട് തന്നെ പ്രഹരിച്ച കൂടത്തായിക്ക് മറുപടി പോലും നൽകാനാകാതെ ധർമ്മസങ്കടത്തിലായിരിക്കുകയാണ് CPM ഇപ്പോൾ. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ ഗുണഭോക്താക്കളാകാൻ ആകുന്നത്ര ശക്തിയാൽ ഹമാസ് തീവ്രവാദികളെ വെള്ളപൂശിയും പോരാളികളാക്കിയും നാടുനീളെ റാലികളും യോഗങ്ങളുമൊക്കെ നടത്തി ഇസ്ലാമിക വോട്ട് ബാങ്ക് പ്രീണനം തുടരുന്ന CPM തങ്ങളെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള കൂടത്തായിയുടെ ഈ പ്രസ്താവന കേട്ട് കരിപ്പിളകി കൈകൾ കൂട്ടിത്തിരുമിയിട്ടും വിവാദമാക്കേണ്ട എന്ന് വെച്ച് കമാന്നൊരക്ഷരം ഉരിയാടാതെ മുണ്ടാട്ടം മുട്ടി നിന്ന് ക്ഷമിക്കാൻ ശീലിക്കുകയാണിപ്പോൾ. അതല്ലാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങ് വാതിക്കൽ എത്തി നിൽക്കെ പടിക്കൽ കൊണ്ടുപോയി കുടമുടയ്ക്കുന്നത് എങ്ങനെയാണ്? സത്യം പറഞ്ഞാൽ അമ്മ തല്ലുകൊള്ളും, സത്യം പറഞ്ഞില്ലെങ്കിൽ
അപ്പൻ പട്ടിയിറച്ചി തിന്നും. വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ പാർട്ടി ചെന്ന് പെട്ടിരിക്കുന്നത്. കേരളത്തിൽ ഇന്നലെ വരെ നടന്ന ഇമാതിരി കാര്യങ്ങളിൽ ഇത്തരം പ്രസ്താവനകൾക്ക് മേൽ പോലീസ് കേസ് ഉറപ്പായിരുന്നു. സ്വന്തം രൂപതയിലെ, സ്വന്തം ഇടവകയിലെ തൻ്റെ മക്കളോട് മാത്രം നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് വളരെ മാന്യമായ ഭാഷയിൽ നല്ല ബുദ്ധി പറഞ്ഞുകൊടുത്ത പാലായിലെ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിനെതിരെ കൊലവിളിയുമായി പാഞ്ഞു വന്നവർക്കൊന്നും കൂടത്തായിയുടെ വാക്കുകൾ കേട്ടിട്ട് ഒരു ധാർമ്മിക രോഷവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അത്ഭുതം. ഏത് ചെറിയ വിഷയത്തിലും ക്ഷിപ്രകോപിയെ പോലെ പൊട്ടിത്തെറിക്കുന്ന പാർട്ടി കൺവീനർ ആകട്ടെ മാനസാന്തരപ്പെട്ട മനുഷ്യനെ പോലെ അക്ഷോഭ്യനായി നിന്നുകൊണ്ട് കൂടത്തായി കാര്യങ്ങൾ മനസ്സിലാക്കാതെ പ്രതികരിച്ചതാണെന്ന് പറയുന്നത് കേട്ട് ചിരിക്കണോ കരയണോ എന്നറിയാൻ വയ്യാത്ത അവസ്ഥയിലായിപ്പോയി കേരളത്തിലെ ജനങ്ങൾ. പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത പാവങ്ങളുടെ അടുത്ത് ഇത്രകാലവും നടത്തിയ വേലത്തരങ്ങളൊന്നും കയ്യിൽ വോട്ടും സ്വാധീനവുമുള്ള കൂടത്തായിയെ പോലെ ഉള്ളവരുടെ അടുക്കൽ ചെലവാകത്തില്ല എന്ന നഗ്നസത്യം CPM-ന് ഇപ്പോൾ ബോധ്യമായി. ഇനി കൂടത്തായി സാറിനോടൊരു വാക്ക്. താങ്കൾ പറഞ്ഞതുപോലെ ബലാത്കാരനെയുള്ള മിശ്ര വിവാഹത്തിന് ഇവിടെ CPM-ഉം DYFI-യും ചുക്കാൻ പിടിച്ച് മതേതരത്വം ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത്തരം വിവാഹത്തിന് ഇരകളാക്കപ്പെട്ട നിരവധി ക്രിസ്തീയ പെൺകുട്ടികളുണ്ട് സാർ. ഇസ്ലാം മതസ്ഥരായ ആണുങ്ങൾ നടത്തുന്ന ആസൂത്രിതമായ പ്രണയത്തിലൂടെ മിശ്രവിവാഹത്തിന് വിധേയപ്പെടേണ്ടി വന്ന പലരും ഇന്ന് ഈ കേരളത്തിലുണ്ട്. വിവാഹം കഴിച്ച ഭൂരിപക്ഷം പേർക്കും മതം മാറേണ്ടതായും വന്നിട്ടുണ്ട്. CPM-ന്റെ ഒത്താശയോടെ ഇസ്ലാമിലെ പെൺകുട്ടികൾ മിശ്രവിവാഹത്തിലേക്ക് നീങ്ങുന്നതിന് സമാനം തന്നെയാണ് ഹൈന്ദവ ക്രൈസ്തവ സമുദായങ്ങളിലെ പെൺകുട്ടികൾ ഇസ്ലാമിലേക്കും മറ്റ് മതവിഭാഗങ്ങളിലേക്കും പോകുന്നത്. ഏതായാലും താങ്കളുടെ വാക്കുകൾ ഒരു ഓർമ്മപ്പെടുത്തലാണ്. നിരവധി തവണ പറഞ്ഞിട്ടും ഇവിടുത്തെ മതേതര പുണ്യവാളന്മാർ മൈൻഡ് ചെയ്യാതിരുന്ന സത്യത്തിൻ്റെ കൃത്യമായ ഓർമ്മപ്പെടുത്തൽ. അതിന് താങ്കൾക്കൊരു ബിഗ് സല്യൂട്ട്. ക്രൈസ്തവരെല്ലാം ഈ വാക്കുകൾ കേൾക്കണം. ഹൈന്ദവരായിട്ടുള്ള സഹോദരങ്ങളും ഈ വാക്കുകൾ കേൾക്കണം. ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പുലർത്തുകയും വേണം. ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ട്രയൽ റൺ എന്ന വണ്ണം 5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 5-ൽ 3-ലും സമഗ്രവും ആധികാരികവുമായ വിജയത്തോടെ BJP അധികാരം പിടിച്ചെടുത്തിരിക്കുകയാണ്. വികാരപരമായി പ്രതികരിച്ചുകൊണ്ടിരുന്ന രാഹുൽ ഗാന്ധി പക്വമതിയായി മാറിയെന്നും ഇതോടെ BJPയുടെ സാധ്യതകൾ മങ്ങിയെന്നും മോദി യുഗത്തിന് തിരശീല വീണെന്നും ഇനി രാഹുലിന്റെ നാളുകളായിരിക്കുമെന്നൊക്കെ മാധ്യമങ്ങളും എക്സിറ്റ് പോളുകളും ഒരുപോലെ അവകാശപ്പെട്ടുവെങ്കിലും കസേര ഉണ്ടായിരുന്ന രാജസ്ഥാനിൽ നിന്നും ഛത്തീസ്ഗഡിൽ നിന്നുമെല്ലാം കോൺഗ്രസിനെ ചവിട്ടി പുറത്താക്കിയിരിക്കുകയാണ് അവിടങ്ങളിലെ ജനങ്ങൾ. ഇന്ത്യ മുഴുവൻ ആദരിക്കുന്ന മികച്ച നേതാക്കളായിരുന്ന നെഹ്റുവിൻ്റെയും ഇന്ത്യ അടക്കി വാണിരുന്ന ഉരുക്ക് വനിതയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ഒക്കെ മികവുകൾ ചരിത്രത്തിലെ ഓർമ്മകൾ മാത്രമായി മാറിയ സാഹചര്യത്തിൽ കർണാടക, ഹിമാചൽ പ്രദേശ്, തെലങ്കാന എന്നീ 3 സംസ്ഥാനങ്ങളിൽ മാത്രം അവശേഷിക്കുന്ന ഭരണത്തിന്റെ പരിമിതികളിലേക്ക് ഒതുങ്ങി നിന്ന് ചക്രശ്വാസം വലിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് എന്ന ദേശീയ പ്രസ്ഥാനം. മധ്യപ്രദേശിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ നേരിയ ഭൂരിപക്ഷത്തേക്കാൾ ആധികാരികമായി തന്നെ 230 സീറ്റുകളിൽ 161 BJP കൈയടക്കിയപ്പോൾ വെറും 66 സീറ്റിലേക്ക് കോൺഗ്രസ് കൂപ്പുകുത്തിപ്പോയി. ഭരണമുണ്ടായിരുന്ന രാജസ്ഥാനിലാകട്ടെ 199 സീറ്റുകളിൽ 112 സീറ്റും പിടിച്ചെടുത്തുകൊണ്ടാണ് BJP ഭരണകക്ഷിയായിരുന്ന കോൺഗ്രസിനെ 71 സീറ്റുകളിലേക്ക് ഒതുക്കിക്കൂട്ടിയത്. ഗെലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള മൂപ്പളമ തർക്കം ഇനിയും ശക്തമായി തന്നെ മുന്നോട്ട് തുടരട്ടെ. ഛത്തീസ്ഗഡിലെ എക്സിറ്റ് പോൾ പ്രവചനത്തെ പോലും അടിമുടി അട്ടിമറിച്ചുകൊണ്ട് 90 സീറ്റുകളിൽ 54 എണ്ണവും BJP പിടിച്ചടക്കിയപ്പോൾ 33 സീറ്റ് കൊണ്ട് നെടുവീർപ്പെടേണ്ട അവസ്ഥയിലാണ് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ. തെലങ്കാനയിൽ മാത്രമാണ് കോൺഗ്രസിന് 119-ൽ 65 സീറ്റ് നേടാനായത്. മിസോറാമിലാകട്ടെ സേറം പീപ്പിൾസ് മൂവ്മെന്റ് എന്ന പാർട്ടി
40-ൽ 27 സീറ്റ് നേടി അധികാരം ഉറപ്പിക്കുകയും ചെയ്തു. കോൺഗ്രസിനാകട്ടെ വെറും ഒറ്റ സീറ്റിൽ തൃപ്തിപ്പെടേണ്ടതായി വന്നു. എന്തുകൊണ്ടാണ് ദയനീയമായ വിധത്തിൽ കോൺഗ്രസ് ഇന്ത്യയിൽ തകർന്നടിഞ്ഞത് എന്നുള്ള ചോദ്യം ഗൗരവമായി തന്നെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. പാർട്ടിയിലെ പരസ്യമായ വിഴുപ്പലക്കും തൊഴുത്തിൽ കുത്തും മൂപ്പിളർന്ന തർക്കവുമൊക്കെ അതിന്റെ പിന്നിലെ പ്രബലമായ കാരണങ്ങളാണെങ്കിലും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷത്തിന്റെ വികാരങ്ങളെ മാനിക്കുകയോ ഉൾക്കൊള്ളുകയോ ചെയ്യാതെ വോട്ട് ബാങ്ക് മാത്രം മുന്നിൽ കണ്ട് പാർട്ടി നടത്തിയ അതിര് കവിഞ്ഞ ഇസ്ലാമിക പ്രീണനം തന്നെയാണ് ഇത്രയ്ക്ക് സമാനതകളില്ലാത്ത വീഴ്ചകളിലേക്ക് കോൺഗ്രസ് പാർട്ടി കൂപ്പുകുത്തിയതിന്റെ പ്രധാന കാരണം. ഭാരത് ജോഡോ യാത്രയുമായി കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ നടന്നെത്തിയ രാഹുൽ ഗാന്ധി ശക്തമായ ഒരു കോൺഗ്രസ് തരംഗം തന്നെ അന്ന് ഉണ്ടാക്കിയതാണ്. എന്നാൽ കാശ്മീർ വരെ നടന്നെത്തിയിട്ട് അവിടെ നിന്നുകൊണ്ട് തങ്ങൾ അധികാരത്തിൽ വന്നാൽ കാശ്മീരിന്റെ പ്രത്യേക പദവി തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് പടിക്കൽ കൊണ്ട് കുടമുടയ്ക്കുന്ന തരത്തിൽ ഇസ്ലാമിക വോട്ട് ബാങ്ക് പ്രീണനം നടത്തിയപ്പോഴേ പലരും പ്രവചിച്ചതാണ് ഈ തിരിച്ചടി. തൊട്ടുപുറകെ കർണാടക പിടിച്ചെടുത്തപ്പോൾ വെറുപ്പിന്റെ കടപൂട്ടി സ്നേഹത്തിന്റെ കട തുറന്നുവന്ന് ഹാഷ്ടാഗ് ഇറക്കി കോൺഗ്രസ് കളം പിടിക്കാൻ ശ്രമിച്ചുവെങ്കിലും സ്നേഹത്തിൻ്റെതെന്ന് പറഞ്ഞ് കോൺഗ്രസ് തുറന്ന കടയിലുള്ള പ്രധാന ഐറ്റം മുസ്ലിം പ്രീണനത്തിന്റെ ചരക്കാണെന്ന് ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങുകയായിരുന്നു. ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലും രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് ഘടകവിരുദ്ധമായി വോട്ട് ബാങ്ക് പ്രീണനത്തിനായി ഭീകരവാദികളെ വെള്ളപൂശിക്കൊണ്ട് ഇസ്ലാമിക വോട്ട് മാത്രം മതിയെന്ന് കോൺഗ്രസ് തീരുമാനിച്ചപ്പോൾ ജനങ്ങൾ താമരയിൽ കുത്തി അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തി എന്നുള്ളതാണ് സത്യം. ഇനിയും കോൺഗ്രസിന് അല്പം പ്രതീക്ഷ ബാക്കി നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇവിടെ പിണറായി വിജയന്റെ ഏകാധിപത്യ ശൈലിയിലുള്ള ഭരണം മൂലം മടുത്തുപോയ ജനങ്ങൾ ഒരു മാറ്റം ശക്തമായി തന്നെ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഇവിടെയും സ്ഥിതി അത്ര ശോഭനമല്ല. കാരണം മുരളീധരനും ചെന്നിത്തലയും ഉണ്ണിത്താനുമൊക്കെ വാശിയോടെയാണ് ഇസ്ലാമിക തീവ്രവാദികളെ വെള്ളപൂശിക്കൊണ്ടിരിക്കുന്നത്. അവര് സ്വന്തം സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന കടുത്ത ഇസ്ലാമിക പ്രീണനം ഇന്ത്യ മുഴുവനിലും തന്നെ കോൺഗ്രസിന്റെ സ്ഥിതി പരുങ്ങലിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. കോൺഗ്രസിന്റെ കടുത്ത ഈ ഇസ്ലാമിക പ്രീണനം തിരിച്ചറിയാത്ത വിധത്തിൽ കേരളത്തിലെ ക്രൈസ്തവരും ഹൈന്ദവരും ഒക്കെ വെറും പൊട്ടന്മാരാണെന്നാണോ ഈ നേതാക്കളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം അക്ഷരവൈരികളായ ചില ക്ഷുദ്രശക്തികൾ കയ്യേറിയതിനാൽ അത് കുത്തഴിഞ്ഞ് നാനാവിധമായി പോയി എന്നുള്ള സത്യം നാളുകൾക്ക് മുമ്പ് തന്നെ പലർക്കും ബോധ്യപ്പെട്ടതാണ്. എഴുതാത്ത ഡിഗ്രി പരീക്ഷ ജയിക്കുകയും ഇല്ലാത്ത യോഗ്യതകൾ ഉണ്ടെന്നുള്ള കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കോളേജ് അധ്യാപകരാകുകയും പിന്നെ ഒളിവിൽ പോവുകയും ബികോം ജയിക്കാതെ എംകോമിന് പ്രവേശനം നേടുകയും വാഴക്കുല ചങ്ങമ്പുഴയുടെയാണോ വൈലോപ്പിള്ളിയുടെയാണോ എന്ന് നിശ്ചയമില്ലാത്തവർക്ക് ഡോക്ടറേറ്റ് ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ നാട്ടിൽ പൊതുവിദ്യാഭ്യാസ രംഗം കുത്തഴിഞ്ഞില്ലെങ്കിൽ അത്ഭുതപ്പെട്ടാൽ പോരെ. പക്ഷെ ആരും ആ നഗ്ന സത്യം വിളിച്ചു പറയാൻ ഇതുവരെ ധൈര്യപ്പെട്ടിട്ടില്ല. എന്നാൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിച്ച് ഡയറക്ടർ എസ് ഷാനവാസ് വിദ്യാർത്ഥികളുടെ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന ശില്പശാലയിൽ വെച്ച് അധ്യാപകരോട് സംസാരിക്കുമ്പോൾ കേരളത്തിലെ ഗ്രേഡിംഗ് രീതി ശരിയല്ലെന്നും കഴിഞ്ഞ 14 വർഷങ്ങൾ കൊണ്ട് A+ കെട്ടുന്നവരുടെ എണ്ണം 13 ഇരട്ടിയായി കൂടിയെന്നും അക്ഷരം തെറ്റാതെ സ്വന്തം പേര് പോലും എഴുതാൻ അറിയാത്തവർക്ക് ഫുൾ A+ കിട്ടുന്നുവെന്നും തുറന്നു പറയുകയുണ്ടായി. 2020-21 കാലഘട്ടത്തിൽ SSLC പാസ്സായ 4,19,851 പേരിൽ 1,21,139 പേർക്കും ഫുൾ A+ കിട്ടിയതിനെതിരെ ശക്തമായ ചർച്ചകൾ നടന്നപ്പോൾ തൊട്ടടുത്ത വർഷം അത് 44,361 കുറഞ്ഞു. വന്ന് ഇപ്പോൾ 99.97 എന്ന വിജയ ശതമാനമാണ് കേരളത്തിലുള്ളത്. അത് കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ വിജയമാണെന്നും മറ്റും പറഞ്ഞ് സർക്കാർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നുണ്ടെങ്കിലും സത്യം അതല്ല എന്ന് എല്ലാവർക്കും അറിയാം.
ഏതായാലും സർക്കാരിന്റെയും വകുപ്പിന്റെയും കള്ളത്തരം പൊളിച്ച പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കെതിരെ കുപിതനായി രംഗത്തെത്തിയ മന്ത്രി വി ശിവൻകുട്ടി ഈ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഷാനവാസിന് എപ്പോഴാണാവോ ഇങ്ങനെ ഒരു കാര്യം പറയാൻ തോന്നിയത്? കഷ്ടകാലമെന്നല്ലാതെ എന്തു പറയാൻ? കേരളത്തെ മുഴുവൻ നടുക്കിക്കളഞ്ഞ ഒരു വല്ലാത്ത സംഭവമായി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരത്തെ മെഡിക്കൽ PG വിദ്യാർത്ഥിനി ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യ. തന്നെ പ്രണയിച്ച് വിവാഹം കഴിക്കാൻ ഒരുങ്ങിയ വ്യക്തി കനത്ത തുക സ്ത്രീധനമായി ചോദിച്ചതിലുള്ള അമർഷം തൻ്റെ ആത്മഹത്യയിലൂടെ തീർക്കുകയായിരുന്നു ആ യുവ ഡോക്ടർ എന്ന് വേണം കരുതുവാൻ. പണത്തിനപ്പുറത്ത് സ്ത്രീയുടെ വ്യക്തിത്വത്തിനും വിദ്യാഭ്യാസത്തിനും ഒന്നും വില കൽപ്പിക്കാത്ത ആർത്തി പണ്ടാരങ്ങളായ സ്ത്രീധന മോഹികൾക്ക് ഒരു കനത്ത മുന്നറിയിപ്പായി മാറിയിരിക്കുകയാണ് ഷഹനയുടെ മരണം. എല്ലാത്തിലും വലുത് പണമാണെന്നും എല്ലാവർക്കും വലുത് പണമാണെന്നും കുറിച്ചുകൊണ്ടാണ് ഷഹന തൻ്റെ ജീവിതം അവസാനിപ്പിച്ചത്. ഷഹനയുടെ മരണവുമായി ബന്ധപ്പെട്ട് സുഹൃത്ത് ഡോക്ടർ റുവൈസ് എന്ന വ്യക്തിയെ ആത്മഹത്യാ പ്രേരണ കുറ്റവും സ്ത്രീധന നിരോധന നിയമവകുപ്പും ചേർത്ത് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. വിവാഹ ആലോചനയുമായി ബന്ധപ്പെട്ട് ഷഹനയുടെ വീട്ടുകാർ റുവൈസിന്റെ വീട്ടുകാരുമായി സംസാരിച്ചപ്പോൾ 50 പവൻ പോരെന്നും 150 പവൻ സ്വർണവും 50 ലക്ഷം രൂപയും 15 ഏക്കർ സ്ഥലവും ഒരു BMW കാറും വേണമെന്നുള്ള നിലപാടായിരുന്നു റുവൈസിന്റെ വീട്ടുകാരെടുത്തത്. അത്രയും സമ്പത്ത് കൊടുക്കാനില്ലാത്തതിനാൽ ഷഹനയുടെ വീട്ടുകാരെ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയും റുവൈസും ഷഹനയും തമ്മിൽ അകലുകയും ചെയ്തു. ഇങ്ങനെ മാനസികമായി തളർന്നുപോയ ഷഹന 1.5 മാസമായി കടുത്ത ഡിപ്രഷനിലാകുകയും വിവാഹബന്ധം നടക്കില്ലെന്ന് ഉറപ്പായതോടെ ആത്മഹത്യ ചെയ്യുകയുമായിരുന്നു എന്നാണ് ഷഹനയുടെ ഉമ്മയും സഹോദരനും പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത്. സംസ്കാര സമ്പന്നരും അഭ്യസ്ത വിദ്യരുമെന്ന് നടിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ തല ഭൂമിയോളം കുനിയാൻ പോകുന്ന ഈ സംഭവത്തെക്കുറിച്ച് പ്രശസ്ത നവജാത ശിശുരോഗ വിദഗ്ധയായ ഡോക്ടർ സൗമ്യ സരിന്റെ വാക്കുകൾ ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ സ്ത്രീധനം എന്നൊക്കെ പറയുന്നത് അധികം പഠിപ്പൊന്നും ഇല്ലാത്ത കുറച്ചൊക്കെ ബാക്ക്വേർഡായി നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ ഇന്നും നിലനിന്ന് പോരുന്ന ഒരു കാര്യമാണ്. പഠിപ്പും വിവരമൊക്കെയുള്ള, ഞാനത് ഇൻവേർട്ടഡ് കോമയിൽ ഇടുകയാണ്, പഠിപ്പും വിവരമൊക്കെയുള്ള ആളുകൾ ഇപ്പൊ അതിൽ നിന്നൊക്കെ കുറെ മുന്നോട്ട് പോയി എന്നൊരു തെറ്റിദ്ധാരണ നമുക്ക് ഇടയിലുണ്ട്. അത് വെറും തെറ്റിദ്ധാരണയാണെന്നുള്ളത് ഇങ്ങനത്തെ സംഭവങ്ങൾ പുറത്തു വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എനിക്ക് പറയാനുള്ളത് 2 ആളുകളോടാണ്. ആദ്യം പറയാനുള്ളത് ഈ പെൺകുട്ടിയെ സ്നേഹിച്ചു എന്ന് പറയുന്ന ആ പയ്യനോടും ആ പയ്യന്റെ വീട്ടുകാരോടുമാണ്. എനിക്ക് ആദ്യം പറയാനുള്ളത് ആ പയ്യനോടാണ്. ഒറ്റ കാര്യം പറയാനുള്ളൂ. നമ്മുടെ ഗോഡ് ഫാദറിലെ ഇന്നസെന്റ് ചോദിച്ചില്ലേ, താനൊക്കെ എന്തിനാ പഠിക്കണേ എന്ന്. അതേ എനിക്ക് ചോദിക്കാനുള്ളൂ. നീയൊക്കെ എന്തിനാ പഠിക്കുന്നത്? നീ പഠിച്ചിട്ട് ഡോക്ടർ അല്ല, ഇനി എത്ര ഡിഗ്രികൾ വാരി കൂട്ടിയാലും ഈ വൃത്തികെട്ട സ്വഭാവമാണല്ലോ ഈ കാശിനോടും പണത്തിനോടുള്ള അത്യാർത്തി. ഒന്ന് ആലോചിച്ച് നോക്കിയോക്കൂ. ഇങ്ങനെ ഒരു മനുഷ്യൻ നമ്മുടെ സമൂഹത്തിലേക്ക് ഡോക്ടറായിട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ ഇതേ ആറ്റിറ്റ്യൂഡ് തന്നെ ആയിരിക്കില്ലേ സ്വന്തം പേഷ്യൻസിനോട് ഇയാൾ കാണിക്കുക? ഇങ്ങനെയുള്ള ആളുകളാണ് പുറത്ത് വന്നിട്ട് കൈക്കൂലിയും അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ചെയ്തിട്ട് ഈ പ്രൊഫഷനെ വൃത്തികെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. ഇങ്ങനെയുള്ള അത്യാർത്തിയുള്ള ആളുകളാണ്. അപ്പോ എന്താ നിങ്ങളൊക്കെ പഠിച്ചിട്ട് കാര്യം? ഈ വിവാഹ കമ്പോളത്തില് സ്വന്തം കുടുംബം പറയുന്ന പോലെ ഈ ഡിഗ്രികളൊക്കെ ചാർത്തി വിവാഹ കമ്പോളത്തിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു വിൽപ്പനച്ചരക്കാവാൻ ഒരു ഉളുപ്പുമില്ലാതെ നിന്ന് കൊടുക്കുന്ന ഒരു ചെറുപ്പക്കാരനോട് എന്താണ് പറയേണ്ടത്? നിങ്ങൾ പഠിച്ചിട്ട് എന്താണ് കാര്യം? മനുഷ്യന് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ ഡിഗ്രികൾ മാത്രമല്ല, നമുക്ക് കിട്ടുന്ന ജോലിയുടെ വലിപ്പമല്ല. അത് നമ്മളെ മനുഷ്യനാക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം കൊണ്ട് ആത്യന്തികമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണ് മനുഷ്യനാക്കുക പറഞ്ഞാൽ അതിന് ഒരു മനുഷ്യന് വേണ്ട ബേസിക് ക്വാളിറ്റിയാണ് ആത്മാഭിമാനം, സെൽഫ് റെസ്പെക്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ സ്വത്വം എന്ന് പറയുന്നത്, നമ്മുടെ അസ്തിത്വം എന്ന് പറയുന്നത് അടിയറവ് വെക്കാനുള്ളതല്ല. അത് സ്വന്തം കുടുംബമാവട്ടെ, ആരും ആയിക്കൊള്ളട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇത്രയും പഠിച്ച് ഒരു വിവാഹ കമ്പോളത്തില് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. ലൈക്ക് ഒരു ചരക്ക്, വിൽപ്പന ചരക്ക്, ഇത്ര പൈസ കിട്ടിയാൽ ഇതിനെ വിൽക്കാം എന്ന് പറഞ്ഞിട്ട് അതിന് നിന്ന് കൊടുക്കുകയാണ് ഇന്നത്തെ ഒരു ചെറുപ്പക്കാരൻ. അതും ഇത്രയൊക്കെ പഠിച്ച ഒരു ഡോക്ടർ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ ഒരു ഡോക്ടർ
കൊല്ലപ്പെട്ട സമയത്തൊക്കെ മുൻപന്തിയിൽ നിന്ന് വളരെയധികം ഘോരഘോരം പ്രസംഗിച്ച ഡോക്ടറാണെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. എനിക്ക് വ്യക്തിപരമായിട്ട് ഈ വ്യക്തി അറിയില്ല. എന്താണ് ഇതിന്റെയൊക്കെ ഒരു അർത്ഥം? സ്വന്തം കാര്യത്തിലേക്ക് വരുമ്പോഴല്ലേ ഇങ്ങനെയുള്ള പ്രിൻസിപ്പിൾസ് ഒക്കെ കാണിക്കേണ്ടത്, അല്ലാതെ ബാക്കിയുള്ളവരുടെ എന്തെങ്കിലും പറ്റുമ്പോൾ പുറത്തു വന്നിട്ട് ഈ പുറംപൂച്ച് കാണിക്കാനല്ല. അവനവന്റെ ജീവിതത്തിലാണ് നമ്മൾ ഇതൊക്കെ പകർത്തി കാണിച്ചു കൊടുക്കേണ്ടത്. എന്താണ് നിങ്ങൾ ആ കുട്ടിയോട് കാണിച്ച സ്നേഹം? പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പൈസയ്ക്ക് തൂക്കി വിൽക്കാൻ പറ്റുന്ന ഒന്നാണോ? എനിക്ക് പുച്ഛവും സഹതാപവുമാണ് തോന്നുന്നത് ആ പയ്യനോട്. ഇനി എനിക്ക് പറയാനുള്ളത് ആ പയ്യന്റെ വീട്ടുകാരുടെ അടുത്താണ്. മക്കളെ പഠിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് ആൺമക്കളെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആക്കുന്നത് ഇങ്ങനെ വിൽക്കാൻ വെക്കാൻ വേണ്ടിയിട്ടാണെങ്കിലേ, അതായത് വിവാഹ മാർക്കറ്റിൽ വിൽക്കാൻ വെക്കാനാണെങ്കിൽ നിങ്ങൾക്കൊക്കെ പറ്റിയ പണി കുറച്ചുകൂടി എത്രയോ മാന്യതയുള്ള പണിയാണ് കന്നുകാലി കച്ചവടം. അതാണ് ഇതിലും നല്ലത്. മാന്യമായിട്ട് ആ പണിയെടുക്കും. ഓക്കെ, അപ്പോൾ കന്നുകാലി കച്ചവടം ചെയ്തിട്ട് ജീവിക്കുകയാണ്. സ്വന്തം മക്കളെ ഇത്തരത്തിൽ വിൽപ്പനച്ചരക്കാക്കി ജീവിക്കുന്നതിനേക്കാൾ നല്ലത്. ഓക്കെ, നിങ്ങൾക്കും ആത്മാഭിമാനമില്ല. നിങ്ങളുടെ മക്കളെ ഇത്തരത്തിൽ സ്ത്രീധനം വാങ്ങി കല്യാണം കഴിപ്പിക്കാൻ നിർബന്ധിക്കുന്നതിലൂടെ അവർക്കും ആത്മാഭിമാനമില്ലാത്തൊരു ജീവിതമാണ് നിങ്ങൾ കൊടുക്കുന്നത്. കുറച്ചു നാളുകൾക്ക് മുൻപേ വിസ്മയ എന്ന പെൺകുട്ടി ഫർദർ ഗ്രഹത്തിൽ ആത്മഹത്യ ചെയ്തതും സ്ത്രീധനത്തെ ചൊല്ലിയുള്ള അവളുടെ ഭർത്താവായ MVD ഉദ്യോഗസ്ഥന്റെയും അവന്റെ വീട്ടുകാരുടെയും പീഡനത്തെ തുടർന്ന് പൊറുതിമുട്ടിയപ്പോഴായിരുന്നു. ഇങ്ങനെ ആത്മഹത്യക്ക് മുതിരുന്ന പെൺകുട്ടികളോടൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ അപ്പനമ്മമാര് എത്ര കഷ്ടപ്പെട്ടായിരിക്കും നല്ല വിദ്യാഭ്യാസമൊക്കെ നൽകി നിങ്ങളെ ഇവിടെ വരെ എത്തിച്ചിട്ടുള്ളത്. അതെല്ലാം മറന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ നശിപ്പിക്കുമ്പോൾ എത്ര വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇതുപോലെയുള്ള നരാധമന്മാരുടെ കൂടെ ജീവിക്കുന്നതിലും നല്ലത് നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് എന്ന് തിരിച്ചറിയുവാനുള്ള വിവേകം നിങ്ങൾക്കുണ്ടാകണം. സ്ത്രീധനം ചോദിച്ചു വരുന്നവര് നിങ്ങളെയല്ല, നിങ്ങളുടെ വീട്ടുകാരുടെ സമ്പത്തിനെയാണ് മോഹിക്കുന്നത് എന്ന് മനസ്സിലാക്കി കടക്കടാ വെളിയിലെന്ന് പറയുവാനുള്ള തൻ്റെ ഇടവും നിങ്ങൾ ആർജിച്ചെടുക്കണം. പെൺവീട്ടുകാരുടെ പണം വാങ്ങി ജീവിതം ആഘോഷമാക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന യുവാക്കളോടും അവരുടെ വീട്ടുകാരോടും പറയട്ടെ, ഒരു തുണി വിരിച്ച് റോഡിലിരുന്ന് തെണ്ടുന്നത് ഇതിലും അന്തസ്സുള്ള പരിപാടിയാണ്. ചില ക്രൈസ്തവ ഭവനങ്ങളിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ദുഷ്പ്രവണതയുണ്ട്. കല്യാണത്തിന്റെ തലേന്ന് അതിരുവിടുന്ന ആഘോഷങ്ങളും അതിൽ പങ്കെടുക്കുവാൻ എത്തുന്ന ഇടവക വികാരിയും കുടുംബ കൂട്ടായ്മക്കാരും പള്ളിക്കമ്മിറ്റിക്കാരും അവര് ഒത്തുചേർന്ന് നടത്തുന്ന മേളാങ്കങ്ങളും, ഇതിന് വേണ്ടി വരുന്ന ഭീമമായ തുക പെൺവീട്ടുകാർ നൽകുന്ന സ്ത്രീധനത്തിൽ നിന്ന് ഒറ്റ വാക്കേ അവരോട് ചോദിക്കാനുള്ളൂ. ഉളുപ്പ് ലെവലേശം നിങ്ങൾക്ക് തൊട്ട് തീണ്ടിയിട്ടുണ്ട്. ന്യൂസ് ഈ ആഴ്ച സമാപിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച.